വെൽക്കം ടു CC Plus. എൻ്റെ പേര് സഫീന. അപ്പോൾ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണോ? പരീക്ഷാ ചൂടിലായിരിക്കും അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ഒരു അറബി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനല്ല, ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു 1-2 പ്രധാനപ്പെട്ട എക്സസൈസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രാമർ ബേസ്ഡ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അറബിയുടെ. ചൂസ് എനി 5 കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്സ്. 8ഓളം സെന്റൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 5 എണ്ണം നിങ്ങളോട് അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ. ഡാഷ് കിതാബുൻ ജദീദ്. കിതാബ് എന്ന് പറഞ്ഞാൽ ബുക്ക് അല്ലേ, ജദീദ് പുതിയ ബുക്ക്. ഹാദിഹി ദാലിക്ക തിൽക്ക. കിതാബ് എന്ന വേർഡ് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യുക? ഇവിടെ നോക്കി, ഹാദിഹി ഉണ്ട്, ദാലിക്ക ഉണ്ട്, തിൽക്ക ഉണ്ട്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആണ് ബ്രാക്കറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഹാദിഹി ഒരു ഫെമിനൈൻ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണ്, ദാലിക്ക മെയിൽ പ്രൊനൗൺ ആണ്, തിൽക്ക വീണ്ടും ഫീമെയിൽ പ്രൊനൗൺ ആണ്. നമുക്ക് വന്നിട്ടുള്ള വേർഡ് കിതാബുനാണ്. കിതാബുൻ മെയിൽ ആണോ ഫീമെയിൽ ആണോ, മുദക്കർ ആണോ മുഅന്നസ് ആണോ? കിതാബുൻ മുദക്കർ ആണ് അല്ലേ, അഥവാ മെയിൽ ആയിട്ടുള്ള ഒരു നൗൺ ആണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരാ? ഇത് രണ്ടും ഫെമിനൈൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഉള്ളത് ദാലിക്കയാണ്. അപ്പോൾ ദാലിക്കയാണ് കറക്റ്റ് ആൻസർ വരാ. ദാലിക്ക കിതാബുൻ ജദീദ്. അടുത്ത ചോദ്യം, ലീ ബൈത്തോൻ ഡാഷ്. എനിക്കൊരു വീടുണ്ട്, എന്നിട്ട് അതിന്റെ ഒരു അഡ്ജക്റ്റീവ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അൽ കബീർ അൽ വാസിയ ജമീൽ. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എല്ലാം സെയിം ആണല്ലേ. കബീർ എന്ന് പറഞ്ഞാൽ വലുത്, വാസിയ വിശാലമായത്, ജമീൽ ഭംഗിയുള്ളത്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവിടെ ഒരു വേർഡും അതിന്റെ അഡ്ജക്റ്റീവും ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നഅത്ത് മൻഊത്ത് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നഅത്ത് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ റൂൾ ഉണ്ടായിരുന്നു, നമ്മൾ ഏതൊരു വേർഡിനാണോ നമ്മൾ അഡ്ജക്റ്റീവ് കൊടുക്കേണ്ടത്, അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന അഡ്ജക്റ്റീവ് എപ്പോഴും അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള വേർഡിനെ ഫോളോ ചെയ്തിരിക്കും. തൊട്ടിപ്പുറത്തുള്ള വേർഡ് ഫീമെയിൽ വേർഡ് ആണെങ്കിൽ അതിൻ്റെ അഡ്ജക്റ്റീവും നമ്മൾ ഫീമെയിൽ ആയിട്ടുള്ള രൂപത്തിൽ വേണം കൊടുക്കാൻ. ഇനി ഇപ്പുറത്ത് വേർഡ് പ്ലൂറൽ ആയിട്ടുള്ള വേർഡ് ആണെങ്കിൽ അഡ്ജക്റ്റീവും പ്ലൂറൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ബൈത്തുൻ ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, അഥവാ അലിഫ്ലാം ഇല്ലാതെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബൈത്തുൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്ജക്റ്റീവ് വരുമ്പോൾ നമുക്ക് അലിഫ്ലാം കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ആ ഒരു വേർഡിനെ ഫോളോ ചെയ്യണോ അല്ലേ. അപ്പോൾ ഏതാ വരാ? ജമീൽ. അലിഫ്ലാം ഇല്ലാത്ത ജമീല വരാ. കാരണം ബൈത്തുനിനും അലിഫ്ലാമില്ല, അൽ ബൈത്ത് എന്നല്ല പറഞ്ഞത്. അപ്പോൾ അതിന്റെ അഡ്ജക്റ്റീവും അല്ല ചേർക്കാതെ വേണം പറയാൻ. അപ്പോൾ ലീ ബൈത്തുൻ ജമീൽ, എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുണ്ട്. അടുത്ത ചോദ്യം, ഡാഷ് മുഹന്ദസാനി. മുഹന്ദസാനി, മുഹന്ദസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ ആണ്, ഒരു എഞ്ചിനീയർ. ഇവിടെ മുഹന്ദസാനി എന്നാ പറഞ്ഞത്. മുഹന്ദസ് എന്ന് പറഞ്ഞ വേർഡ് കഴിഞ്ഞിട്ട് പ്ലസ് ഒരു അലിഫു നൂനും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്? പ്ലൂറൽ ആണോ ഡുവൽ ആണോ? അലിഫു നൂനും ആഡ് ചെയ്യുന്നത് എപ്പോഴാ? ഡുവൽ കേസുകളിലാണ് അല്ലേ. 2 പേരുണ്ട് എന്ന് അറിയിക്കുന്ന കേസുകളിലാണ് നമ്മൾ അലിഫും നൂനും ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും അവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക? റിജാൽ അൽ ഔലാദ് നഹ്നു. റിജാൽ മീൻസ് മെൻ, ഔലാദ് എന്താണ്? കുട്ടികൾ, നഹ്നു ഞങ്ങൾ. റിജാലും ഔലാദും പ്ലൂറൽ ആയിട്ടുള്ള വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ പ്ലൂറൽ ചേർക്കാൻ പറ്റില്ല. മുഹന്ദസാൻ എന്നാണ്, ഡുവല്ലാണ്. അപ്പോൾ ഡുവല്ലിന് അവിടെ ആപ്റ്റ് ആയിട്ട് വരാൻ നഹ്നു ആണ്. നഹ്നുവിനെ നമുക്ക് പ്ലൂറലിലും യൂസ് ചെയ്യാം, ഡുവല്ലിലും യൂസ് ചെയ്യാം. അപ്പോൾ നഹ്നു മുഹന്ദസാൻ ആണ് കറക്റ്റ് ആൻസർ വരാം. അടുത്ത ചോദ്യം, മദ്രസത്തി ഡാഷ് മിനൽ മസ്ജിദ്. മദ്രസത്തി എൻ്റെ സ്കൂൾ ദൂരെയാണോ അടുത്താണോ എന്നുള്ളതാണ്. മിനൽ മസ്ജിദ് എവിടെ നിന്ന്? പള്ളിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ കരീബും ബഈദും പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചായിരുന്നു. കരീബ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ
അതിന്റെ തൊട്ടടുത്ത് വന്ന പ്രിപ്പോസിഷൻ മിന്നായിരിക്കും. കരീബുൻ മിന്നേ നമ്മൾ ഓൾവേസ് പറയുള്ളൂ, കരീബുൻ മിൻ. ഇനി ദൂരെയാണ്, ദൂരയുടെ അറബി ബഈദാണ്. ബഈദിന്റെ കൂടെ നമ്മൾ ഓൾവേസ് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആണ് അൻ. ബഈദുൻ അന്നും കരീബുൻ മിന്നും ആണ്. അപ്പോ ഇവിടെ മിന്നാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ബഈദ് അല്ല എന്ന് മനസ്സിലായി. കരീബ് ഓർ കരീബത്താണ്. അപ്പോൾ ഇനി കരീബോ കരീബത്താണോ എന്ന് എങ്ങനെയാ ചൂസ് ചെയ്യാ? മദ്രസത്തി. മദ്രസത്ത് ഒരു ഫീമെയിൽ ആയിട്ടുള്ള വേർഡ് ആണ് അല്ലേ. അപ്പോൾ അതിന്റെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ കരീബത്ത് എന്നാ പറയാ. കരീബത്തുൻ മിനൽ മസ്ജിദ്. അടുത്ത ചോദ്യം, ഖറഅ മുഹമ്മദ് ഡാഷ്. മുഹമ്മദ് വായിച്ചു. മുഹമ്മദ് വായിച്ചു എന്ന് പറയുമ്പോൾ ഫിഅല്, ഖറഅയാണ് ഫിഅല്, മുഹമ്മദ് ആണ് ഫായില് അല്ലേ. ഇനി അപ്പോ അവിടെ വരാനുള്ളത് ഏതാണ്? മഫ്ഊലാണ് വരാനുള്ളത്. മഫ്ഊലിന്റെ അലാമത്ത് എന്താണ്? നെസ്ബാണ് അല്ലെ. അപ്പോൾ നെസ്ബ് ആയിട്ടുള്ള ഒരു വേർഡാണ് നമുക്ക് വേണ്ടത്. കുത്തുബ്, കിതാബ്, കിതാബൈൻ. ഇവിടെ ഖറഅ മുഹമ്മദ് കുത്തുബൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയായേനെ, കിതാബൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയായേനെ. പക്ഷേ അങ്ങനെയൊന്നും പറയാത്ത സ്ഥിതിക്ക് ഇത് രണ്ടും അല്ല, പിന്നെയുള്ളത് കിതാബൈനാണ്. രണ്ട് പുസ്തകം എന്നുള്ള അർത്ഥത്തില് ഡ്വൽ ആയിട്ടുള്ള വേർഡാണ് വന്നിട്ടുള്ളത്. മുസന്ന എങ്ങനെയാണ് നെസ്ബും ജെറും ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. യാ കൊണ്ടാണ് നെസ്ബും ജെറും ചെയ്യുന്നത്, റഫ് ചെയ്യുന്നത് അലിഫ് കൊണ്ടുമാണ്. അപ്പോൾ കിതാബൈൻ, കിതാബൈൻ യാ കൊണ്ട് അവിടെ നെസ്ബ് ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഖറഅ മുഹമ്മദ് കിതാബൈൻ. അടുത്ത ചോദ്യം, അഹി ഡാഷ് വ ഉമ്മി ജമീല. ഉമ്മി ജമീലത്തുൻ. അഹി എന്താണ്? അപ്പോൾ എൻ്റെ സഹോദരൻ എന്തോ ആണ്. ഉമ്മി ജമീലത്തുൻ സഹോദരൻ അല്ലെ, ബോയ് ആണ് അല്ലെ സഹോദരൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് അതിന്റെ അഡ്ജക്റ്റീവ് എന്തായിരിക്കണം? മെയിൽ ആയിട്ടുള്ള ഒരു അഡ്ജക്റ്റീവ് തന്നെയാണ് വേണ്ടത്. ദക്കിയത്താണോ, ദിഹ്നിയത്താണോ, ജമീലാണോ? ഇത് രണ്ടും ഫീമെയിൽ അഡ്ജക്റ്റീവ് ആണ്. പിന്നെയുള്ളത് ജമീലാണ്. അപ്പോൾ ജമീലാണ് കറക്റ്റ് ആൻസർ. അഹി ജമീൽ വ ഉമ്മി ജമീലത്ത്. അൽ ഔലാദു ഡാഷ് ലാഇബൂന. അൽ ഔലാദ് കുട്ടികള് കളിക്കുന്നു. എങ്ങനെയുള്ള കുട്ടികളാണ്? സ്വഗീർ, അസ്ഗർ, അസ്വിഗാർ. ഇവിടെ ഔലാദ് പ്ലൂറൽ ആയിട്ടുള്ള വേർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വഗീർ പറ്റില്ല, സ്വഗീർ സിംഗുലർ ആണ്. അസ്ഗറും പറ്റില്ല, അത് സൂപ്പർലേറ്റീവ് ആണ്. പിന്നെയുള്ളത് സ്വിഗാർ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഔലാദു സ്വിഗാർ ലാഇബൂന. ദഹബ്തു ഇലാ ബൈത്തി ഡാഷ്. ഞാൻ ഖാലിദിന്റെ വീട്ടിലേക്ക് പോയി എന്നാണ്. അപ്പോൾ ബൈത്തു ഖാലിദുൻ എന്നാണോ പറയാ, ഖാലിദിൻ എന്നാണോ പറയാ, ഖാലിദൻ എന്നാണോ പറയാ? നമ്മള് മുലാഫ് മുലാഫി ലൈഹി എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതില് നമ്മൾ ഒരു വ്യക്തിയിലേക്ക് പൊസഷൻ ചേർത്ത് പറയുമ്പോൾ ആരിലേക്കാണോ ചേർക്കുന്നത് ആ പേരിന്റെ അവസാനം കെസ്റ ഇട്ട് കൊടുക്കണം എന്ന് നമ്മൾ എന്താണ് സിമ്പിൾ ആയിട്ട് പഠിച്ചായിരുന്നു അല്ലെ, മുലാഫ് ഇലൈഹിയുടെ ചാപ്റ്ററിൽ. അപ്പൊ ഇവിടെ ബൈത്തു ഖാലിദ് എന്നാണ്, ഖാലിദിന്റെ വീട് എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ എങ്ങനെയാ അറബിയിൽ പറയാ? ബൈത്തു ഖാലി ദിൻ, ദിൻ ആ ഒരു കെസ്റ ഇട്ട് കൊടുക്കുക ലാസ്റ്റ്. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ വേറെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ എന്താണ്? മുഹമ്മദിന്റെ പേന, കലമു മുഹമ്മദിൻ, ആ പേരിന്റെ ലാസ്റ്റ് കെസ്റ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരാളിലേക്ക് ചേർത്ത് പറയുമ്പോൾ ആ നൗണിന്റെ ലാസ്റ്റ് കെസ്റ സൗണ്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഖാലിദിൻ. ദഹബ്തു ഇലാ ബൈത്തി ഖാലിദിൻ. അപ്പോൾ ഈ ഒരു എക്സസൈസ് കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും മനസ്സിലായോ? അടുത്ത ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. തറജം ഹംസ മിനൽ ജുംലിൽ ആതിയ. ഇത് മിക്ക എക്സാമുകൾ നിങ്ങൾക്ക് പൊതുവെ വരാറുള്ള എക്സസൈസ് ആണ് അല്ലെ. എപ്പോഴും എല്ലാ ടേം എക്സാമുകളിലും ഒക്കെ പൊതുവെ വരാറുള്ള ആക്ടിവിറ്റി ആണ് ട്രാൻസ്ലേഷൻ. സിമ്പിൾ സെന്റൻസ് ട്രാൻസ്ലേഷനും ഉണ്ടാവാറുണ്ട്, പാരഗ്രാഫ് ട്രാൻസ്ലേഷനും ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പോൾ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. നമുക്ക് നോക്കിയാലോ. ജാഅത്ത് അസ്സയ്യാറത്ത് എന്നാണ്. സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർ അല്ലെ. ജാഅത്ത് അസ്സയ്യാറ, കെയും വന്നു. അപ്പൊ എങ്ങനെയാ അത് ഇംഗ്ലീഷിൽ സെന്റൻസ് ആക്കുക? ജാഅത്ത് കെയും സയ്യാറത്ത് കാർ. അപ്പോ ദ കാർ കെയും. നഹ്നു നദ്ഹബു ഇലൽ മൈദാൻ. മൈദാൻ മീൻസ് പ്ലേ ഗ്രൗണ്ട്. നഹ്നു ഞങ്ങൾ, നദ്ഹബ് പോകുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകുന്നു. എങ്ങനെ പറയും? നഹ്നു വി ആർ ഗോയിങ്. നഹ്നു നദ്ഹബ് വി ആർ നദ്ഹബു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഗോയിങ് ടു ദ ഗ്രൗണ്ട്. വി ആർ ഗോയിങ് ടു ദ ഗ്രൗണ്ട്.
മൈതാൻ പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട്. അന അജ്ലിസു മഅക, അന ഞാൻ, അജ്ലിസു ഇരിക്കുന്നു, മഅക് നിനക്കൊപ്പം. അപ്പോ ഐ ഞാൻ ഇരിക്കുന്നു, സിറ്റ്, മഅക നിനക്കൊപ്പം, വിത്ത് യു, അന അജ്ലിസു മഅക. ഹൽ അഖി ഫി ബൈതിക, ഈസ് മൈ ബ്രദർ ഇൻ യുവർ ഹോം. ഹൽ അഖി അതൊരു ചോദ്യമാണ് അല്ലേ. ഈസ് മൈ ബ്രദർ ഇൻ എവിടെ, ബൈത്തിക്ക നിന്റെ വീട്ടിലുണ്ടോന്നാ ചോദിച്ചത്. അപ്പോൾ ഇൻ യുവർ ഹോം അല്ലെങ്കിൽ ഹൗസ്. അഹാ ഉലായി സ്വദീഖാത്ത് അല്ലെങ്കിൽ അഹാ ഉലായി അസ്ദിഖ എന്നാണ്. ആർ ദേ ഫ്രണ്ട്സ്, അവര് കൂട്ടുകാരാണോ? അലിഫ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ റൂൾ ആണ് കേട്ടാ. ആർ ദേ ഫ്രണ്ട്സ്. പിന്നെന്താ, അബു സെയ്ദ് തൊബീബ്. അബു സെയ്ദ്, സെയ്ദിന്റെ ഫാദർ എന്താണ്? തൊബീബ് ആണ്, ഡോക്ടർ ആണ്. അപ്പോ സെയ്ദ്സ് ഫാദർ ഈസ് എ ഡോക്ടർ. ഫാദർ ഈസ് എ ഡോക്ടർ. യക്തുബു അൽ മുഅല്ലിം അദ്ദറസ. യക്തുബ് മീൻസ് റൈറ്റിംഗ്, അൽ മുഅല്ലിം ടീച്ചർ, അദ്ദറസ് ലെസൺ. അപ്പൊ ഇത് മൂന്നും കൂടി എങ്ങനെയാ ഒരു സെന്റൻസ് ആക്കുക? ദ ടീച്ചർ writes the lesson. The teacher writes the lesson. zawjatuhu muallima. zawjatuhu, zawjat means wife, zawjatuhu his wife, muallima teacher. അപ്പോൾ എന്താ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നേ? his wife is a teacher. ഇത്രയുമാണ് ട്രാൻസ്ലേഷൻ വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ ടഫ് ആയിട്ടുള്ള പുതിയ വേർഡ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല. എല്ലാ വേർഡ്സും സിമ്പിൾ ആണ്. പിന്നെ എന്താ നമുക്ക് തെറ്റിപ്പോകുന്നത്? ഇതൊരു സെന്റൻസിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോഴാണ് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ സെന്റൻസിലേക്ക് മാറ്റുമ്പോൾ മിസ്റ്റേക്ക് വരാതിരിക്കാൻ ആദ്യം നിങ്ങൾ എന്ത് പഠിക്കണം? നിങ്ങൾ ഗ്രാമർ നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സെന്റൻസ് ഫോർമേഷൻ കറക്റ്റ് ആകുള്ളൂ. അപ്പോൾ ട്രാൻസ്ലേഷൻ ഇത്രയേ ഉള്ളൂ. ഈ 2 എക്സസൈസുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇനി ഈ ഒരു എക്സാം ഒക്കെ ആയി ബുദ്ധിമുട്ടിലായിട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ, അറബി ടഫാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമായിട്ടൊക്കെ തോന്നുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ എത്രയും വേഗം CC+ന്റെ അറബിക് ട്യൂഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് എക്സ്പേർട്ട് ടീച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. 1-to-1 ട്യൂഷൻ ആണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ ക്ലാസ് എടുത്തു തരാനും ഇവിടെ ടീച്ചേഴ്സ് റെഡിയാണ്. അപ്പോൾ അറബി ഇനി പ്രയാസമായിട്ടൊന്നും തോന്നണ്ട. എക്സാമൊക്കെ കഴിഞ്ഞ് മാർക്കൊക്കെ കുറവാണ് എന്നോർത്ത് വിഷമിക്കേണ്ട. ഇനിയിപ്പോൾ ആനുവൽ എക്സാമിന് മുൻപ് നിങ്ങൾക്ക് എന്താണെങ്കിലും ഇത് ക്ലിയർ ചെയ്തെടുക്കണമല്ലേ. അപ്പോൾ എത്രയും വേഗം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. താല്പര്യമുള്ളവർ, കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.